ബോച്ചെ ശരിക്കും തൃപ്തിപ്പെടുത്തുന്നത് ആ മനുഷ്യരെയാണ്. ആ മനുഷ്യരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് പണ്ട് പൊതു കക്കൂസുകളിൽ, പൊതു കുളിമുറികളിലൊക്കെ അതിന്റെ ഭിത്തിയിൽ രതിചിത്രങ്ങൾ വരച്ചിടുന്ന ആ മനുഷ്യരെ. ബോച്ചെ പ്രകടിപ്പിക്കുന്ന ഇത്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങളെല്ലാം തന്നെ കണ്ടന്റ് എന്നുള്ള നിലയ്ക്ക് വളരെ കൂടുതൽ ഉപയോഗിച്ചിരുന്നു നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ. നമസ്കാരം. അൺടോൾഡ് ഇന്ത്യ ഒരു പുതിയ വീഡിയോ. ചെറിയ സബ്ജക്റ്റാണ്, കൊച്ചു വാചകങ്ങൾ മാത്രം. ബോബി ചെമ്മണ്ണൂരിനെ പറ്റിയാണ്, ബോച്ചയെ പറ്റി. ബോച്ചെ തന്നെ ഉണ്ടാക്കുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്ന കാലയളവിലാണ് വളരെ പെട്ടെന്ന് ബോച്ചയ്ക്കെതിരെ ഒരു കേസ് വരികയും ബോച്ചെ താൽക്കാലികമായിട്ട് വളരെ കുറച്ച് ദിവസങ്ങളിലേക്ക് വേണ്ടി മാത്രമെങ്കിലും റിമാൻഡിൽ പോവുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ശരിക്കും ബോച്ചെ ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? ആരെയാണ് ബോച്ചെ സന്തോഷിപ്പിക്കുന്നത്? ആർക്കാണ് ബോച്ചയുടെ ഇത്തരം ഇളക്കങ്ങൾ വലിയ സന്തോഷങ്ങൾ നൽകുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ബോച്ചെ ശരിക്കും തൃപ്തിപ്പെടുത്തുന്നത് ആ മനുഷ്യരെയാണ്. ആ മനുഷ്യരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് പണ്ട് പൊതു കക്കൂസുകളിൽ, പൊതു കുളിമുറികളിലൊക്കെ അതിന്റെ ഭിത്തിയിൽ രതിചിത്രങ്ങൾ വരച്ചിടുന്ന ആ മനുഷ്യരെ, അവരെയാണ് ബോച്ചയുടെ വീഡിയോകൾ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നത്. റെയിൽവേ സ്റ്റേഷനുകളിൽ, തിയേറ്ററുകളിൽ, അവിടെയൊക്കെ വരുന്ന അവിടെ ശുചിമുറികളിലൊക്കെ നമ്പറുകൾ, ഫോൺ നമ്പറുകൾ എഴുതിയിട്ടിരുന്ന, അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള രതിസുഖം, ഇക്കിളി സുഖങ്ങളൊക്കെ അനുഭവിച്ചിരുന്ന മനുഷ്യരെ സന്തോഷിപ്പിക്കാനായി നിലവിൽ വളരെ വളരെ വിശാലമായ ഒരു പ്ലാറ്റ്ഫോം രംഗത്ത് വന്നിരിക്കുന്നു. ആ പ്ലാറ്റ്ഫോമാണ് നിലവിൽ ബോച്ചയെ പോലുള്ളവർ വളരെ കാര്യക്ഷമമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ജിംഖാനയിൽ പോയതിനു ശേഷം ഇവിടെ ഞങ്ങൾ കളിച്ച് ഫിറ്റ്നസ് നേടും എന്ന് പറയുന്നു. തൊട്ടടുത്തൊരു സിനിമാ നടിയുണ്ട്. സിനിമാ നടിയെ കാണിച്ചുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ ഇവിടെ കളിച്ച് ഫിറ്റ്നസ് നേടും. ബോച്ചെ ശരിക്കും പ്രതിനിധാനം ചെയ്യുന്നത് ആരെയാണെന്ന് ഞാൻ ആലോചിച്ചു. ബോച്ചെ റെപ്രസെന്റ് ചെയ്യുന്നത് ചിലതരം മനുഷ്യരെയാണ്. അവർ പൊതു ശുചിമുറികളിലൊക്കെ രതിചിത്രങ്ങൾ കോറിയിടാറുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനുകളിലെ കംഫർട്ട് സ്റ്റേഷനുകളിൽ അല്ലെങ്കിൽ ട്രെയിനിന്റെ ഉള്ളിലെ ശുചിമുറികളിലൊക്കെ ചില രതിചിത്രങ്ങൾ വരച്ചിടാറുണ്ടായിരുന്നു. അവർക്ക് അതുകൊണ്ട് കിട്ടുന്ന ഒരു സുഖം, അവർ അത്തരം കാര്യങ്ങൾ അവരുടെ ചെറിയ സമൂഹത്തിൽ ചർച്ചയ്ക്ക് വയ്ക്കുമായിരുന്നു. അപ്പോൾ ആ സമൂഹത്തിൽ താല്പര്യമുള്ളവരും അത്തരം ചർച്ചയിൽ പങ്കെടുത്ത് അവർക്ക് അതിന്റെ ഒരു ഇക്കിളി സുഖമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നിരിക്കണം ഒരുപക്ഷെ. കൊച്ചു പുസ്തകങ്ങളുടെ വായനക്കാർ, ആ കൊച്ചു പുസ്തകങ്ങളിലെ വിഷയങ്ങളെ ചർച്ച ചെയ്യുന്ന മനുഷ്യർ, ഇങ്ങനെ ഒരു വിഭാഗം മനുഷ്യർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. മാത്രമല്ല നമ്മളെല്ലാവരും തന്നെ അത്തരം ഇക്കിളി ചിന്തകളെ താല്പര്യപ്പെടുന്നവരുമാണ്. ഈ ഇക്കിളി ചിന്തകളെ താല്പര്യപ്പെടുന്ന അവസ്ഥകളിൽ നിന്ന് പലപ്പോഴും നമ്മൾ ഒരു പൊതു ഇടത്തിൽ നിന്ന് മാറി നിർത്തണം. അത്തരം ചിന്തകളെ, അത്തരം സംഭാഷണങ്ങളെ മാറ്റി നിർത്തണം എന്നുള്ള വകതിരിവുള്ള മനുഷ്യരാണ് കൂടുതൽ. പക്ഷെ ബോച്ചയെ പോലുള്ളവർ അതിനെ ഒരു പൊതു പ്ലാറ്റ്ഫോമിലേക്ക് വളരെ ലളിതമായി തുറന്നു വിട്ടു. ബോച്ചയ്ക്ക് വളരെ ധനാഢ്യനാണ്. ബോച്ചയ്ക്ക് വളരെയധികം സാമ്പത്തിക ശേഷിയുണ്ട്. അദ്ദേഹത്തിന് ധാരാളം ഫോളോവേഴ്സ് ഉണ്ട്. അദ്ദേഹത്തിന് വീഡിയോ എടുക്കാനായിട്ട്, അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ധാരാളം സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ചെല്ലുന്നുണ്ട്. അവരുടെ മുമ്പിലെത്തുന്ന എല്ലാ ഇന്റർവ്യൂർമാരോടും അദ്ദേഹം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്താറുമുണ്ട്. ബോച്ചെ എത്ര പ്രായമായി എന്ന് ചോദിച്ചാൽ ഉടനെ ബോച്ചെ പറയും, എനിക്ക് പ്രായം എത്ര എന്ന് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, പക്ഷെ ഊർജം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ ഞാൻ 20s പറയുന്നു. അപ്പോൾ ഉടനെ ഈ ഇന്റർവ്യൂർ ചോദിക്കുന്നുണ്ട്, 20s ഉള്ളോ? ഉടനെ ബോച്ചെ വളരെ കൃത്യമായിട്ട് ദ്വയാർത്ഥ പ്രയോഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമുക്കൊന്ന് പരീക്ഷയൊക്കെ വേണമെങ്കിൽ. ഉടനെ ഈ ഇന്റർവ്യൂർ വളരെയധികം പ്രിവിലേജ് കൊടുത്തുകൊണ്ട് അയ്യോ വേണ്ട എന്ന് പറഞ്ഞ് ചിരിച്ചു കളയുന്ന ആ വിഷയങ്ങളൊക്കെ. അപ്പോൾ ബോച്ചെ പ്രകടിപ്പിക്കുന്ന ഇത്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങളെല്ലാം തന്നെ കണ്ടന്റ് എന്നുള്ള നിലയ്ക്ക് വളരെ കൂടുതൽ ഉപയോഗിച്ചിരുന്നു നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ. ശരിക്കും നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഒരുതരം മനുഷ്യരുടെ ഒരുതരം രതികൽപ്പനകളെ, വികലമായ രതികൽപ്പനകളെ കൃത്യമായി പടർന്നൊഴുകാനുള്ള ഇടം കൊടുക്കുകയാണ് ആദ്യം ചെയ്തത്. അതുകൊണ്ടാണ് തെറിപ്പുസ്തകങ്ങൾ വായിച്ചിട്ട് തിയേറ്ററുകളിലും ബാത്റൂമിലും ഒക്കെ എഴുതി വെച്ചിരുന്ന മനുഷ്യര് ആ വിഷയങ്ങൾ യാതൊരു മറയും കൂടാതെ അനോണിമസ് ആയിട്ട് ഒരു അനോണിമിറ്റി സ്വീകരിച്ച ശേഷം അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എഴുതി വിടുന്നത്. ഈ കണ്ടന്റുകൾ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. എന്താണ് കണ്ടന്റ് ആവുക എന്നുള്ളത് ഒരു വലിയ തെരഞ്ഞെടുപ്പിന്റെ വിഷയമാണ്. യൂട്യൂബ് ചാനലുകൾക്ക് എന്താണ് കണ്ടന്റ് ആവുന്നത്? ആ ചോദ്യത്തിനേക്കാളും ലളിതമായിട്ടുള്ള മറ്റൊരു ചോദ്യമുണ്ട്, എന്താണ് കണ്ടന്റ് ആകാതിരിക്കുന്നത് എന്നതാണ്. കണ്ടന്റ് ആകാതിരിക്കുന്നതായിട്ട് ഒന്നുമില്ല എന്ന അവസ്ഥയിലേക്കാണ് നിലവിൽ നമ്മുടെ യൂട്യൂബ് ചാനലുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് വിവരക്കേടും എന്ത് വൃത്തികേടും പ്രദർശിപ്പിച്ചാൽ കാണുവാൻ ആളുണ്ടായിരിക്കും. ഏറ്റവും മോശപ്പെട്ട സംഗതിയും പ്രദർശിപ്പിച്ചാൽ കാണുവാൻ ആളുണ്ടാകും. ആ മോശപ്പെട്ട സംഗതി എങ്ങനെ ഇരിക്കുന്നു എന്നറിയാനുള്ള ഒരു കാഴ്ചയായിരിക്കാം ഒരുപക്ഷെ അത്. എങ്കിലും അത്തരം കാഴ്ചകളെ കാണാതെ വിടുക സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം കണ്ടന്റായി മാറുന്ന അവസ്ഥയിലാണ് നമ്മുടെ യൂട്യൂബ് ചാനലുകൾ. യൂട്യൂബ് ചാനലുകളാണ് ഇതുപോലുള്ള വൃത്തികേടുകളെ വളരെ കൃത്യമായി ആൾക്കാരിലേക്ക് എത്തിക്കുകയും ബോച്ചെ പോലുള്ളവർക്ക് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്നതിന് ആവശ്യമായ പ്രോത്സാഹന സമ്മാനങ്ങളും ഒക്കെ നൽകി വരുന്നത് ഈ യൂട്യൂബ് ചാനലുകളാണ്. ചായക്കടയിൽ പോയിട്ട് പഴംപൊരി എടുത്ത് നോക്കിയിട്ട് ഇത് പൊങ്ങുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊരു കണ്ടന്റ് ആക്കി, അതിനെ ഷൂട്ട് ചെയ്ത് അതിനൊരു കണ്ടന്റ് ആക്കി എയർ ചെയ്യുന്ന യൂട്യൂബ് ചാനലുകൾ
ഒരു നിമിഷം ആലോചിക്കാനുണ്ട്. ഇതൊക്കെ നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്നതാണ്. ചായക്കടയിൽ കയറുമ്പോഴത്തേക്ക് ഇത്തരം വിവരക്കേട് പറയുന്ന അമ്മാവന്മാരെ നമുക്ക് പല വർഷങ്ങളായിട്ട് അറിയാം. ആ കേൾവികളൊക്കെ നമ്മൾ അവിടെ തന്നെ കളയുകയാണ്. വിവരമില്ലാത്ത ഒരാൾ എന്തോ പറയുന്നു എന്ന് പറഞ്ഞ് കളയുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് കോട്ട് ചെയ്ത് ഈ വിവരം നമ്മൾ മറ്റൊരാളോട് പറയുക കൂടിയില്ല. ആ വിവരക്കേട് ആരോ പറഞ്ഞ വിവരക്കേട് അവിടെ കളഞ്ഞിട്ട് അവിടെ ഉപേക്ഷിച്ചിട്ട് വരുന്നു. ആ മാലിന്യം നമ്മൾ അവിടെ തന്നെ കളഞ്ഞിട്ട് വരികയാണ്. അത്തരം മാലിന്യങ്ങൾ അതേ എയറിൽ തന്നെ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാവുകയും കുറച്ചുകൂടി പ്രശാന്തമായിട്ടുള്ള ഒരു പുലരി അടുത്ത ദിവസം ഉണ്ടാവുകയും സമൂഹം കുറച്ചുകൂടി വൃത്തിയായും ശുദ്ധിയായും നിലനിൽക്കുകയും ചെയ്യും. ഇത്തരം വിവരക്കേടുകൾ പബ്ലിഷ് ചെയ്യുന്ന കണ്ടന്റുകളാക്കി കണ്ടെത്തി പബ്ലിഷ് ചെയ്യുന്ന യൂട്യൂബ് ചാനലുകൾ ഇല്ല എങ്കിൽ അവരാണ് ശരിക്കും ഈ വിഷയത്തിന്റെ മുഴുവൻ കാരണക്കാരെന്ന് ഞാൻ പറയും. ഒരു ചെറിയ മാനസിക പ്രശ്നമുള്ള ആളായിരുന്നിരിക്കണം ബോച്ചെ. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മാനസിക വൈകല്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം നടിയെ കൊണ്ടുവന്നതിന് ശേഷം തിരിഞ്ഞു നിൽക്കാനായിട്ട് ആവശ്യപ്പെടുകയും തിരിഞ്ഞു നിൽക്കാൻ ആവശ്യപ്പെടുന്നതിന്റെ കാരണം അദ്ദേഹം വളരെ നിഷ്കളങ്കമായി പറയുന്നത് മാലയുടെ മുൻവശത്ത് ഇടുന്ന ഭാഗം മാത്രം കണ്ടാൽ പോരല്ലോ, മാലയുടെ പിൻവശത്ത് ഒരു ചെറിയ നോട്ടുണ്ടല്ലോ, ആ നോട്ട് കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്ത്രീയെ തിരിച്ചു നിർത്തുന്നതെന്ന് പറയുന്നു. അങ്ങനെ തിരിച്ചു നിർത്തിയ ആൾക്കാരെ മുഴുവൻ അവരുടെ പുറം ഭാഗം കാണിച്ചതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് മഹാഭാരതത്തിലെ കുന്തി ദേവിയാണ്. ഞങ്ങളെല്ലാവരും അരിയാഹാരം കഴിക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ ബോച്ചയുടെ വിവരക്കേടുകൾ കേട്ട് അവിടെ കളയുകയാണ് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്ക്, മലയാളിക്ക് നല്ലത്. പക്ഷെ കണ്ടന്റ് തപ്പി നടക്കുന്ന യൂട്യൂബ് ചാനലുകൾ ഇതിന് വളരെ പരിഭാവനമായ സംഭവം കിട്ടിയതുപോലെ കഷ്ണിച്ച് നിരന്തരം മൊബൈലുകളിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയും ഒരു ജനതയുടെ പൊതു സ്വഭാവം ഇതുപോലുള്ള വിവരക്കേടുകൾ കാണുകയാക്കുന്ന തരത്തിൽ അവരുടെ കൺസെന്റിനെ സമ്മതിയെ നിർമ്മിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ വിട്ടുകൊണ്ടിരിക്കുന്നത്. ബോച്ചയെ പറ്റി എനിക്ക് കൂടുതലായിട്ട് യാതൊന്നും പറയാറില്ല. ബോച്ചയുടെ വിവരക്കേടുകളും ഒക്കെ സമൂഹത്തിന്റെ മനസാക്ഷിയുടെ കുപ്പയെ തള്ളേണ്ടതാണ്. അങ്ങനെ തന്നെ തള്ളപ്പെടുകയും ചെയ്യും. പക്ഷെ അതുവരെ ഉപയോഗിക്കപ്പെടുന്ന, അതുവരെ ആവർത്തിച്ച് കാണപ്പെടുന്ന ഇത്തരം വിവരക്കേടുകൾ മലിനമാക്കുന്നത് നമ്മുടെ സാമൂഹ്യ മനസാക്ഷിയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ബോച്ചയെ കണ്ടന്റുകളും ഇല്ലാത്ത നല്ലൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ.